അപ്പോൾ ഇന്നത്തെ യാത്ര അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ട്രിവാൻഡ്രത്തെ അതിമനോഹരമായ ഒരു ആദിവാസി ഊരിലേക്കാണ് കേട്ടോ. അധികം ആർക്കും അറിയത്തില്ല. അതായത് അമ്പൂരിയിലെ പുരവിമല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര കേട്ടോ. ഇതൊരു കാണി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇതൊരു ഐലൻഡാണ്. അതായത് പുഴ കടന്ന് മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഓക്കെ, എന്താണ് ഏട്ടാ പേര്? പൊരിയമല ഊര്. ഒരുപാട് സ്ഥലമുണ്ട്. പൊരിയമല ഉണ്ട്, തെമ്മല ഉണ്ട്, കണ്ണമാമോട്, കാരിക്കുളി, കൊമ്പ വരെയൊക്കെ ഉണ്ട്. അവിടെ ഫുൾ ആദിവാസികളാണല്ലേ? അവർ വെളിയിലോട്ടൊന്നും വരത്തില്ലേ? വരവില്ലേ? അവർ നാട്ടുപുറത്തുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് അങ്ങനെ പോകും. ഓ, ഇവിടെ എന്താണ് ഇതിൻ്റെ അകത്ത് കൃഷിയോ വല്ലതും ഉണ്ടോ? അവർ റബ്ബർ കൃഷിയുണ്ട്. ഓ, ഇതിൻ്റെ അകത്ത് റബ്ബർ കൃഷി ഉണ്ടല്ലേ. എത്ര പേരാണ് ഇതിൻ്റെ? ആൾക്കാർ തോന്നുന്നുണ്ട്, ഒരു 10-100 കൂടുതൽ കാണും. ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടോ ഇതിൻ്റെ അകത്ത്? ക്ഷേത്രം അവിടെ വലുതായിട്ടൊന്നും ഉണ്ടില്ല, ചെറിയ രീതി. എവര് ആരാധിക്കുന്ന ഇത് സ്കൂളുണ്ട്. സ്കൂളുണ്ടല്ലേ? ട്രൈബൽ സ്കൂള്. പിന്നെ ഇത് നമ്മ ശരിയാ 5 വരെയൊക്കെ 5 വരെ. അപ്പം 8 വരെയൊക്കെയുള്ള സ്കൂള് ആ ഊരിൻ്റെ അകത്തുണ്ട്. ഒരു ഒറ്റപ്പെട്ട് കിടക്കുന്ന ഊരാണ്. അവർക്ക് പാലമൊന്നുമില്ലല്ലേ? പാലം അപ്പുറത്ത് കുമ്പിച്ച പാലമുണ്ട്. അതിലേക്കൂടെ ഇനി വരാൻ പറ്റുമോ? വണ്ടിയിലോ ബൈക്കിലോ അതിലൊക്കെ. ഓ, പിന്നെ ഇതിന് പറഞ്ഞത് ഇത്തിരി എളുപ്പമല്ലേ? ചേട്ടൻ്റെ പേര്? സെൽവൻ എന്നാണ് ചേട്ടൻ്റെ പേര്. ചേട്ടൻ ഇവിടെ പാത്രമൊക്കെ കൊണ്ടുവരുന്ന ആളാണ്. അപ്പോൾ ഞാനും സെൽവൻ ചേട്ടനും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ വള്ളംകാരൻ ചേട്ടൻ വന്ന് വള്ളം എടുത്തു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടാ? അത് കുഴപ്പമില്ല. ചേട്ടൻ പറഞ്ഞത് അവിടെ നിന്ന് ഇങ്ങോട്ട് 8:20 തിരിച്ച് വള്ളം വരുള്ളൂ എന്നാണ്. നമ്മുടെ ചേട്ടൻ തുഴയാണ്. നമ്മൾ അമ്പൂരിൽ തന്നെയുള്ള ഒരു ചെറിയൊരു ഊരിലേക്കാണ് പോകുന്നത്, ആദിവാസികളുടെ ഊരിലേക്ക്. ഈ ചേട്ടൻ പാത്രം വിൽപ്പനക്കാരനാണ്. തെങ്കാശിയിലുള്ളതാണ് നമ്മുടെ ചേട്ടൻ. അതെന്താണ് ചേട്ടാ? അതെന്താണ്? ഓ, മീൻ വളർത്തുന്നത്. ഓ, ഗവൺമെൻറ് മീൻ വളർത്തുന്നതാണ് അത്. ആണല്ലേ? അതിൻ്റെ അകത്ത് ഇതാണ് മീൻ വളർത്തുന്ന, മീൻ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്ന സ്ഥലം. അതിൻ്റെ അകത്ത് തന്നെ ഒരു 10-15 പണിക്കാരുണ്ടെന്നാണ് പറയുന്നത്. കുറേ ഹട്ട് പോലത്തെയൊക്കെ സംഭവങ്ങളുണ്ട്. നമ്മൾ ഊരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വള്ളം തുഴയാൻ അറിയാമോ എന്ന് ചേട്ടന്മാർ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, ഞാൻ ജീവിതത്തിൽ ഇതുവരെ വള്ളം തുഴഞ്ഞിട്ടില്ല, അതാണ് ഒരു സത്യം. പിന്നെ ഈ വള്ളം തുഴഞ്ഞിട്ട് വെറുതെ ഇതൊരു ടൈറ്റാനിക് ആക്കണ്ടല്ലോ എന്ന് കരുതി. അവിടുത്തെ ഗവൺമെന്റ് എങ്ങനെ എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നല്ലേ പറയണത്? ഫ്രീ ആയിട്ട് കൊടുക്കണേ, സാധനത്തിന് എല്ലാം വില കൂടുതലാണ്. പിന്നെ അവിടെ ഈ റേഷൻ കടയിൽ ഒരുപാട് സാധനങ്ങൾ കിട്ടും. അല്ല, കറണ്ട് ബില്ലൊക്കെ ഫ്രീ ആണെന്നൊക്കെ. പിന്നെ അതിന്റെ പൈസ ഓ, ആണല്ലേ? ചാർജ് കൂടുതൽ. അപ്പൊ അവിടെയും പറ്റിപ്പുണ്ട്. ഇവിടെ കേരളത്തിലുള്ളവർ പറയണ അവിടെയാണ് സുഖമെന്ന്. ഇത് അങ്ങനെ ഉണ്ടെന്നാ തമിഴ്നാട്ടിലെ നേരമേ കാമരാജർ വിളിക്കുന്ന സമയത്തില് മക്കൾക്ക് പല കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ച ഒരു കാലമുണ്ട്. ഇപ്പോഴത്തെ ഉള്ളത് കൊണ്ട് അങ്ങനെ ഇവിടെ നടക്കൂല. അപ്പം ഞാനും ചേട്ടനും കത്തി വെച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. തമിഴ്നാട് രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും എല്ലാം നമ്മൾ ആ വള്ളത്തിലിരുന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഊരിനെ കുറിച്ചൊക്കെയുള്ള കുറച്ച് അറിവുകൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരുപാട് ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ അറിയാവുന്നവരാണ് ഇവിടുത്തെ കാണിക്കാർ കേട്ടോ. ഈ ആരോഗ്യപ്പച്ച എന്നൊക്കെ പറയുന്ന ഒരു എനർജി തരുന്ന ഒരു സസ്യമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള അറിവുകൾ പുറം ലോകത്തേക്കൊക്കെ എത്തിച്ചത് ഇവരാണ് കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 10 മിനിറ്റോളം ഉള്ള യാത്രയ്ക്ക് ശേഷം നമ്മൾ കരപറ്റി. ഒരു നാളും നടക്കാത്ത വികസനങ്ങൾ ഞങ്ങൾക്കിവിടെ ചെയ്തല്ലേ?
ഇതാണ് 24 കോടി 74 ലക്ഷം രൂപ ഞങ്ങൾക്ക് അവിടുത്തെ പാലം. പാലമല്ലേ? ആ പിന്നെ കുടിവെള്ള പദ്ധതി, ബസ്. ഈ കേരളത്തിലെ എങ്ങനെയുള്ള പാലം അടിപൊളിയായിട്ട് ഒരു പാലം ഞാൻ കണ്ടില്ല. ആണല്ലേ? ആ അടിപൊളി പാലം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ കൊണ്ട് ഓരോ ഇലക്ഷൻ വരുമ്പോൾ ഇവർ ഉപകരണങ്ങളെല്ലാം കൊണ്ടുവരണം. കോൺഗ്രസ്സുകാർ കൊണ്ടുവരുന്ന സിമെന്റ് കമ്പി കൊണ്ടുവന്ന് വയ്ക്കും. മന്ദബുദ്ധികളായ മനുഷ്യരെ വിചാരിക്കും ഇത് പാലത്തിന് കൊണ്ടുവന്നു. അവർ പോകാൻ സമയത്ത് ഇതിനെ എടുത്തുണ്ടാക്കി വോട്ടും കൊടുക്കൂല്ലേ? ചേട്ടൻ ഇവിടെ പാലം വന്ന കഥയാണ് കേട്ടോ പറഞ്ഞത്. ഈ അടുത്ത കാലത്താണ് പാലം വന്നത്. അപ്പം നമ്മൾ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ഒന്ന് അനുവാദമൊക്കെ വാങ്ങി അകത്തോട്ട് കയറുകയാണ്. ഇതാണ് ഫോറസ്റ്റ് ഓഫീസ്. അവിടെ കയറി ഒന്ന് അനുവാദം വാങ്ങണം. നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ചേട്ടന്മാരൊക്കെ ഫ്രണ്ടേ ഉണ്ട്. അപ്പോൾ ഇത് വല്ലാത്തൊരു അനുഭവമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആദിവാസി ഊരിൽ പോകുന്നത്. നമ്മുടെ ചേട്ടന്മാർ മുന്നേ ഉണ്ട്. ഒറ്റപ്പെട്ട് കിടക്കുന്ന ഊരാണെങ്കിലും അത്യാവശ്യം 2 കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എവിടെയാണെന്ന് പറഞ്ഞുകൂടാ. ഇവിടെ അത്രയും ഈ റബ്ബർ കർഷകരും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പോയി നോക്കാം. ഇവിടെ വരുന്നവർ ഉറപ്പായും നമ്മുടെ ഫോറസ്റ്റിൻ്റെ അവിടെ ഓഫീസിൽ കയറി അനുവാദം വാങ്ങിയിട്ട് വേണം അകത്തോട്ട് കയറാൻ കേട്ടോ. അപ്പോൾ ഒരു തുരുത്താണ് സംഭവം. ഐലൻഡാണ്. ഐലൻഡിൻ്റെ ഉള്ളിലൊരു 100 പേര് 200 പേർക്കുള്ളിൽ അവർ കഴിയുന്നു. മെയിനായിട്ട് ഇവിടെ റബ്ബറും കാര്യങ്ങളൊക്കെയാണ്. ചേട്ടന്മാർ അവിടെയൊക്കെ ആ പാത്രം വയ്ക്കുന്ന ചേട്ടൻ അവിടെ കയറി. പിന്നെ വള്ളക്കാരൻ ചേട്ടൻ്റെ വീട് അവിടെയാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ അവിടെ പോയി. റബ്ബർ ഷീറ്റ് കാര്യങ്ങളാണ്. റബ്ബർ, കുരുമുളക്, പിന്നെ ഏലമില്ല സോറി നമ്മുടെ ജാതി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ചേച്ചി ഇനി ഇവിടെ ഒരുപാട് ദൂരം പോകാൻ പറ്റുമോ ഈ റൂട്ട്? ഇതിൽ നേരെ പോയ പാലം പോകാൻ പറ്റുമോ? അതിശയമാണ്. കാരണം ഒരു ഐലൻഡ് പോലെ ഒരു ചെറിയൊരു സ്ഥലം. ചെറുതെന്ന് വെച്ചാൽ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് എനിക്ക് ഒന്ന് ഫുള്ള് കവർ ചെയ്ത് വരാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് കുറേ ആദിവാസികൾ താമസിക്കുന്നത്. ഇപ്പോൾ കണ്ടത് ഒരു ആദിവാസി ചേച്ചിയാണ്. പിന്നെ നമ്മൾ ഈ വയനാടൊക്കെ കാണുമ്പോൾ അത്രയ്ക്ക് എന്താണ് ഒരു അത്രയ്ക്ക് പൂറായിട്ടുള്ളൊരു ആദിവാസികളൊന്നും നമുക്കിവിടെ കാണാൻ പറ്റത്തില്ല. എല്ലാവരും റബ്ബർ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം ഡെവലപ്ഡാണ് അവരെല്ലാം. അപ്പോൾ നമ്മൾ സ്കൂളിലേക്കാണ് പോകുന്നത്. എല്ലായിടത്തും അടിപൊളി ഒരു കാഴ്ച. നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ ഒരു മുഖമേ അല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. വേറൊരു സംഭവം ഇവിടെ ഉള്ളതല്ല. അല്ല ചേട്ടൻ. അങ്ങനെ ഈ ഐലൻഡിൽ ബൈക്കൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നടന്ന് വരും. ഇവിടെ ഒരു EDCയുടെ ഒരു ഓഫീസുണ്ട്. പുരവിമല എന്ന് പറയുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ഇവിടെ ഒരു KCBയുടെ ട്രാൻസ്ഫോർമറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിനി പോകുന്നത് നേരെ നമ്മുടെ സ്കൂളിലേക്കാണ്. ഇതിലേക്കൂടെ പോകുമ്പോഴേ ഓരോരുത്തരും എന്നെ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കമ്പിളി നാരങ്ങ. ഇവിടെ അത്യാവശ്യം നല്ല റോഡും എന്താണ് ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഈ ഇലക്ഷൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറേ BJPയുടെയും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ ഒരു ഇതുണ്ട്. എല്ലാം വച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കടമുണ്ട്. ചായ കുടിക്കാൻ സമയമില്ല. അല്ലെങ്കിൽ ചായ കുടിക്കാൻ നോക്കാം. ഇല്ല ചുമ്മാ വീഡിയോ മറ്റേ യൂട്യൂബിലിടാൻ വേണ്ടി. ഇതാണ് നമ്മുടെ സ്കൂള്. ഗവൺമെൻറ് ട്രൈബൽ LPS പുരവിമല. അപ്പോൾ ഇവിടെ 5ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ
ഒക്കെ ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ഇപ്പോൾ അവധിയില്ലേ, അപ്പോൾ പിള്ളേരൊന്നും കാണത്തില്ല. അവിടെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് കേസ്. ഈ വഴി നേരെ പോയാൽ തെന്മലയൊക്കെ പോകാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ തിരിച്ച് നടക്കുകയാണ്. ഫുള്ള് കറങ്ങി പാത്രത്തെ അവിടെ മുകളിൽ കിടക്കും. അങ്ങനെ കച്ചവടം ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇന്ന് മാർത്താണ്ഡം കൊണ്ടുപോകും. ഇന്ന് മാർത്താണ്ഡം ഇന്ന് തന്നെ പോകും. നാളെ വരാൻ പറ്റില്ലല്ലോ. നാളെ വരാൻ പറ്റില്ല. ചേട്ടാ അപ്പോൾ ഇവിടെ താമസിക്കുന്നു? ഇവിടെ താമസിക്കൂലേ? നമ്മൾ താമസം മാർത്താണ്ഡത്ത്. പിന്നെ രാവിലെ ആണെങ്കിൽ ഞാൻ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ദൂരം നടന്നു, 10 മിനിറ്റ് ആണെങ്കിലും കുറച്ച് ദൂരം നടന്നു. അപ്പോൾ അടിപൊളി ഒരു സ്ഥലമാണ്. ഇടയ്ക്ക് വന്ന് നമ്മൾ ടിപ്പിക്കൽ ആദിവാസി എന്ന് പറയാൻ പറ്റത്തില്ല, ആദിവാസി കാണി ഗോത്രത്തിൽപ്പെട്ടവരുടെ ഒരു സ്ഥലം. പക്ഷെ അവർ കുറച്ച് റിച്ചായി നല്ല. അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരണം എന്ന് കരുതി വന്നതല്ല, വന്ന് പെട്ടതാണ്. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. ഓക്കെ, തിരിച്ച് ഇനി വള്ളത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ 8:20 ചേട്ടൻ വരുമെന്ന് പറഞ്ഞു. നോക്കാം ചേട്ടൻ എത്ര പഞ്ചുവലാണെന്ന്. ചെറിയ കടയിൽ പോലും ഗൂഗിൾ പേ ഉണ്ടെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അവരും എഴുതി വെച്ചിട്ടുണ്ട് ഗൂഗിൾ പേ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ഡിജിറ്റൽ ഇന്ത്യ. അപ്പം നമ്മൾ നമ്മുടെ കടവിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ചേട്ടൻ വന്നു. അത് ചേട്ടൻ പോയോ എന്നറിയത്തില്ല. ഇപ്പോൾ 8:23 നോക്കാം. അതാണ് നമ്മുടെ ഫോറസ്റ്റ് ഓഫീസ് കേട്ടോ. നമ്മുടെ ചേട്ടൻ നമ്മുടെ കാത്തു നിൽപ്പുണ്ട്. എത്രയൊക്കെ ആയി. അങ്ങനെ നമ്മൾ ഈ തുരുത്തിനോട് വിട പറയുകയാണ്. ഇതാണ് അടിപൊളി സ്ഥലം. ചേട്ടൻ നമ്മളെ തുഴയാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് തുഴയേണ്ടത്? അപ്പം ഞാൻ തുഴയുകയാണ് ഗൈസ്, തുഴയുകയാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വള്ളം തുഴയുകയാണ്. നമ്മൾ ചേട്ടനോട് വിട പറയുകയാണ്. പുറവിമല എന്ന് പറയുന്ന ഈ കാണി ഗ്രാമം തികച്ചും നിങ്ങൾക്ക് വ്യത്യസ്തമായൊരു അനുഭവം തന്നെ നൽകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഉറപ്പായും വിസിറ്റ് ചെയ്യണം എന്നുള്ളവർ വന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.